സുഹൃത്തുക്കളെ, ഇൻസൈറ്റ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് എന്റെ ഒരു സുഹൃത്തിന്റെ വീടാണ്. ഇവിടെ 7 വർഷമായി ആൾതാമസമില്ലാത്തൊരു വീടും അതോടൊപ്പം ഒരു കിണറുമാണുള്ളത്. ഈ കിണറിൽ വളരെ വിലപിടിപ്പുള്ള ഒരു നിധി ഉണ്ടെന്നാണ് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. 7 വർഷം മുന്നേ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തു നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെ അത് കണ്ടു കിട്ടിയതുമില്ല. ഇനി അത് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ സംശയമുള്ള ഒരേ ഒരു സ്ഥലം ഈ കിണർ മാത്രമാണ്. കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത സമയത്തോ മറ്റോ കിണറ്റിൽ പോയതാകാമെന്നാണ് സുഹൃത്തിന്റെ അമ്മ എന്നോട് പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ നിധി ആ കിണറ്റിലുണ്ടോ എന്ന് പരിശോധിക്കുകയും അതോടൊപ്പം ഈ പ്രദേശത്തൊക്കെ വളരെ വരൾച്ചയാണ്. അപ്പോൾ ഈ കിണറൊന്ന് വൃത്തിയാക്കി ഈ പരിസരവാസികൾക്ക് ഉപയോഗപ്രദമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആ കിണറ്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ ഈ ഇറങ്ങാൻ പോകുന്ന കിണറ്റിനകത്തൊരു വലിയ വിലപിടിപ്പുള്ളൊരു സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. എന്തായാലും നമ്മളത് എടുക്കാനാണ് ശ്രമിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന് ഈ സാധനം കൈമാറും. കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണെന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. ഈ ഒരു കിണറിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഉള്ളത്. നമുക്ക് ഈ കിണറ്റിനകമൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഈ കാണുന്ന കാടെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റൂ. ഈ കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ചാലും നമുക്ക് എന്തേലും ഉപയോഗം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തേലും നടക്കോ? നോക്കാം, നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മളിപ്പോ ഒരു മോട്ടറൊക്കെ വാടകയ്ക്ക് എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടാണ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പതാ ഇവിടെ വെള്ളം വറ്റിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ പയ്യുണ്ട് റിൻഡോ. ഈ വീഡിയോ എല്ലാം എടുത്ത് കഴിയുമ്പോ ഇവിടെ ഒരു അടി നടക്കാനും ചാൻസ് ഉണ്ട്. നമ്മളിതാ ഈ കാണുന്ന വെള്ളം നേരെ തൊട്ട് താഴത്തെ ആ കിണറ്റിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴത്തെ കിണറൂടെ ഇറങ്ങിയ വീട്ടിൽ വീട് വളയുന്നു. വളരെ ആഴം കൂടിയ ഒരു കിണറായതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന സാമഗ്രികളൊക്കെ ഉപയോഗിച്ചാണ് കിണറ്റിനകത്തേക്ക് ഇറങ്ങുന്നത്. വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ഈ കിണറ്റിനകത്ത് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. നമുക്കറിയില്ല, പക്ഷെ നമ്മളത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന് അത് കൈമാറും. അപ്പോൾ നമ്മൾ കിണറ്റിലിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വന്നോളൂ, നമുക്ക് കണ്ടിട്ട് വരാം പെട്ടെന്ന്. നമുക്ക് ഒന്ന് പിടിച്ചിറങ്ങാൻ ഒരു സപ്പോർട്ടിന് ഒരു കയറ് കിണറ്റിനകത്തേക്ക് ഇടുകയാണ്. എല്ലാവരും ഉണ്ട്. നമ്മുടെ റിൻഡോ ഉണ്ട്, അനീഷ് ഉണ്ട്, അവന്റെ പേരെന്ന് അജിത്തുണ്ട്. നമ്മളിപ്പോ ഈ കിണറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വേറെ ആരുമല്ല ഇറങ്ങുന്നത്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് ഇതിലേക്ക് ഇറങ്ങാനുള്ള പണികളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും തലയിൽ കൂടെ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടണ്ടേ. ഓക്കെ. നമുക്ക് കുടിക്കാനുള്ള വെള്ളമായിട്ട് നമ്മുടെ സുഹൃത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ.
നമ്മൾ ഈ കിണറ്റിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിനകത്തുള്ള ഒരു അവസ്ഥ. നല്ല ഉറവ ഒരു കിണറാണിത്. നമുക്കിനി ഇത് ഈ കാണുന്ന വേസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആ മോട്ടർ എടുത്ത് മാറ്റിയിട്ടുണ്ട്, വെള്ളത്തിൽ കിടന്ന മോട്ടർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാല് കൊണ്ടൊന്ന് തപ്പി നോക്കാം. ഇതിനകത്ത് നിറയെ ചെളിയാണ് കൂട്ടുകാരെ. നമുക്ക് ആദ്യം ഈ വെള്ളം ഒന്ന് മാറ്റി ചേറൊന്ന് മാറ്റി നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. ഇറക്കിക്കോ. നമുക്കൊന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നും കാണുന്നില്ല. ഗൈസ്, നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു ചെയിൻ ആണെന്ന് തോന്നുന്നു. ഇതാണോ നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. എന്തായാലും ഇതിന്റെ ഉള്ളില് വേറെ ഒന്നും തന്നെ ഇല്ല. ഇത് തന്നെയാണ് 7 വർഷം മുന്നേ നഷ്ടപ്പെട്ടു പോയ ചെയിന്. ഏതാണ്ട് 2.5 പവനോളം ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് സുഹൃത്ത്. ഇത് ഉടനെ തന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ നമുക്ക് കൈമാറുന്നതായിരിക്കും. സുഹൃത്ത് എന്തായാലും ഇവിടെ ഇല്ല. 7 വർഷമായിട്ട് പുള്ളി പുറത്താണ്, ഗൾഫിലാണ്. അതിന്റെ വീട്ടുകാരിവിടെ ഉണ്ട്, അമ്മയുണ്ട്. അമ്മയ്ക്ക് നമ്മളിത് കൈമാറുന്നതായിരിക്കും. ഈ ചെയിൻ ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിന്റെ അവകാശിയെ ഏൽപ്പിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോകൾക്കായി കാത്തിരിക്കുക. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.